കുറേ വർഷങ്ങൾക്ക് മുൻപ് എറണാകുളത്തു നിന്നും പാലക്കാട് വഴി തമിഴ്നാട്ടിലേക്ക് പോകുന്നവരുടെ ആദ്യത്തെ ചിന്ത കുതിരാനിൽ കുരുങ്ങുമോ എന്നുള്ളതായിരുന്നു. ചരക്ക് ലോറികളും യാത്രാവാഹനങ്ങളും. അന്ന് കുതിരാൻ എന്നത് കിലോമീറ്ററുകളോളം മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിപ്പിക്കാൻ പോകുന്ന ഒരു കുരുക്ക് തന്നെയായിരുന്നു. കേരളത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള ഭൂരിഭാഗം ചരക്ക് നീക്കവും നടക്കുന്ന കൊച്ചി സേലം ദേശീയപാതയിലെ കുതിരാൻ ടണൽ തുറന്നത് ഒരു ചരിത്രത്തിൻ്റെ വാതിൽ തന്നെയാണ്. ദേശീയപാത 544 പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിക്കും തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തുരങ്കപാതയാണ് കുതിരാൻ തുരങ്കം. കുതിരാൻ അത്ര നിസ്സാരമായ ഒരു തുരങ്കമല്ല. 970 മീറ്റർ നീളമുള്ള ദക്ഷിണേന്ത്യൻ റോഡുകളിലെ ആദ്യ ഇരട്ടക്കുഴൽ തുരങ്കവും കേരളത്തിലെ ആദ്യ തുരങ്കപാതയുമായിരിക്കുമത്. കുതിരാൻമല വളഞ്ഞു കയറാൻ 3 കിലോമീറ്റർ വേണ്ടിടത്താണ് 1 കിലോമീറ്റർ താഴെ തുരങ്കമെന്ന ആശയമുണ്ടായത്. 14 മീറ്ററോളം വീതിയുമുണ്ട്. ട്രാഫിക് ജാമുകൾ സ്ഥിരം ഏർപ്പാടായിരുന്ന കുതിരാൻമലയ്ക്ക് കുറുകെ ഈ തുരങ്കം വന്നതോടെ ഏകദേശം 1.25 കിലോമീറ്ററോളം ദൂരവും ലാഭമായി. അതോടെ ട്രാഫിക് പ്രശ്നങ്ങളും കുറഞ്ഞു. കുതിരാൻമലയ്ക്ക് ഈ ഒരു പേര് വന്നതിന് പുറകിലും ഒരു ഐതിഹ്യമുണ്ട്. കുതിരാൻ്റെ പഴയ വഴിയിലൊരു ശാസ്താക്ഷേത്രമുണ്ട്, കുതിരാൻമല ശാസ്താക്ഷേത്രം. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശാസ്താക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് കരുതപ്പെടുന്നു. അശ്വാരൂഢനായി വേട്ടയ്ക്ക് പുറപ്പെടുവാൻ തയ്യാറായിട്ടിരിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ശാസ്താവിൻ്റെ പ്രതിഷ്ഠ. അതുകൊണ്ടാണ് കുതിരാൻ എന്ന പേര് വന്നതെന്ന് വിശ്വാസം. അതല്ല, കൊച്ചി രാജാവിൻ്റെ കുതിരയ്ക്ക് കയറാൻ കഴിയാതെ വന്ന മലയായതിനാലാണ് കുതിരകയറാമലയെന്നും കുതിരാൻമലയെന്നും പേരുണ്ടായതെന്നും മറ്റൊരു പക്ഷം. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. ശബരിമല യാത്രക്കാരുടെയും ചരക്ക് ലോറിക്കാരുടെയുമൊക്കെ ഇടത്താവളമായിരുന്നു ഈ ക്ഷേത്രം. ഇവിടെ ബസ്സിന് സ്റ്റോപ്പില്ലാത്തതിനാൽ അന്ന് ആളുകൾ ബസ്സിലിരുന്ന് കാണിക്ക എറിയുമായിരുന്നു. ചരക്ക് വാഹനങ്ങളും യാത്രക്കാരുമൊക്കെ ഇവിടെ കാണിക്കയിട്ട് പോവും. അത് ക്ഷേത്രത്തിന് വലിയൊരു വരുമാനവുമായിരുന്നു. ഇപ്പോൾ ടണൽ വഴി ഗതാഗതം ആരംഭിച്ചതോടെ ക്ഷേത്ര വരുമാനത്തിലും കുറവുണ്ടായി. ഗതാഗതം കുതിരാൻ തുരങ്കം വഴി ആയതുകൊണ്ട് ഇടയ്ക്ക് നിന്നും ഇരുമ്പുപാലം കയറി വേണം ക്ഷേത്രത്തിലേക്കെത്താൻ. പെരുവനം ഗ്രാമത്തിൻ്റെ കാവലായി സ്ഥാപിക്കപ്പെട്ട 4 ക്ഷേത്രങ്ങളിലൊന്നാണ് കുതിരാൻമല ശാസ്താക്ഷേത്രം. 2004-2005 കാലത്താണ് കുതിരാൻ തുരങ്കത്തിൻ്റെ കഥ തുടങ്ങുന്നത്. ഡൽഹിയിൽ ദേശീയപാത അതോറിറ്റിയുടെ ചീഫ് ജനറൽ മാനേജറായിരുന്ന കന്ദസ്വാമിയും പാലക്കാട് പ്രോജക്ട് ഡയറക്ടറായിരുന്ന എം കൃഷ്ണനുമാണ് കുതിരാനിൽ ഇരട്ടക്കുഴൽ തുരങ്കമെന്ന ആശയം രൂപപ്പെടുത്തിയത്. പക്ഷേ അതത്ര എളുപ്പമായിരുന്നില്ല. സംരക്ഷിത വനപ്രദേശമാണ്. കുതിരാനിൽ വന്യജീവികളുമുണ്ട്. സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ സുപ്രീം കോടതിയുടെ അനുമതി വേണം. തുല്യമായ സ്ഥലം സർക്കാരിന് വിട്ടു നൽകണം. വനം നശിക്കുന്നതിനുള്ള നഷ്ടപരിഹാരം കെട്ടിവെക്കണം. ഇതെല്ലാം പൂർത്തിയാവാൻ തന്നെ വർഷങ്ങളെടുത്തു. 2007-ലും 2008-ലും ടെൻഡർ ക്ഷണിച്ചിരുന്നുവെങ്കിലും ആരും അത് ഏറ്റെടുത്തില്ല. 2010-ലാണ് പിന്നെ കരാർ ഉറപ്പിക്കുന്നത്. ആറുവരിപ്പാതയുടെ കരാറുകാരായ KMC കമ്പനി തുരങ്ക നിർമ്മാണം പ്രഗതി ഗ്രൂപ്പിന് സബ് കോൺട്രാക്റ്റ് നൽകുകയായിരുന്നു. ഈ 2 കമ്പനികളും ഹൈദരാബാദിൽ നിന്നുള്ള കമ്പനികളുമാണ്. നിർമ്മാണം തുടങ്ങുന്നതിനുള്ള പച്ചക്കൊടി കിട്ടിയത് 2013-ൽ. പക്ഷേ അപ്പോഴേക്കും നാട്ടുകാരുടെ എതിർപ്പുകൾ വന്നു തുടങ്ങി. പദ്ധതി മുന്നോട്ട് പോവില്ല എന്ന് തോന്നിയ ദേശീയപാത അതോറിറ്റി 2015-ൽ പദ്ധതി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചുവെന്ന് ഗതാഗത മന്ത്രാലയത്തെ അറിയിച്ചുവെങ്കിലും അവസാനവട്ടം ഒരു ചർച്ചയ്ക്ക് കൂടി ഉദ്യോഗസ്ഥർ തയ്യാറായതാണ് പദ്ധതി നടപടിയാക്കാനുള്ള വഴിത്തിരിവായത്. 2015-ൽ തന്നെ നിർമ്മാണത്തിൻ്റെ ആദ്യ പടികൾ തുടങ്ങി. 2016 മേയിൽ ഡ്രില്ലിംഗ് ജംബോസ് എന്ന ഭീമൻ യന്ത്രങ്ങളുമായി 2 അറ്റത്തു നിന്നും പാറ തുറക്കൽ തുടങ്ങി. പക്ഷേ പണി തുടങ്ങിയപ്പോൾ തന്നെ പാറക്കഷ്ണങ്ങൾ ദേശീയപാതയിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും തെറിച്ചു വീഴാൻ തുടങ്ങിയതോടെ പണി നിർത്തിവെച്ചു. പിന്നീട് 1 മാസത്തിനു ശേഷമാണ് പ്രശ്നങ്ങൾ പരിഹരിച്ച് നിർമ്മാണം തുടങ്ങിയത്. കുതിരാൻ തുരങ്കം നിർമ്മാണകാലത്ത് തുരങ്കത്തിനുള്ളിലെ പാറകൾ പൊട്ടിച്ചെടുക്കാൻ തന്നെ 1000ഓളം സ്ഫോടനങ്ങൾ നടത്തേണ്ടി വന്നു. ലക്ഷക്കണക്കിന് ക്യൂബിക് മീറ്റർ കല്ലും മണ്ണും പൊടിയും ഇവിടെ നിന്നും നീക്കം ചെയ്യേണ്ടി വന്നു. 2017 ഫെബ്രുവരി 22-ന് ആദ്യ തുരങ്കവും രണ്ടാമത്തെ തുരങ്കം ഏപ്രിൽ 21-നും 2 അറ്റവും കൂട്ടിമുട്ടി. തുരങ്ക നിർമ്മാണ കാലത്തെ തടസ്സങ്ങളും നിസ്സാരമായിരുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി, കമ്പനികളുടെ അനാസ്ഥ, മഴ, പ്രളയം, സാങ്കേതിക തടസ്സം, നിരവധി ജനകീയ രാഷ്ട്രീയ സമരങ്ങൾ, അപകടങ്ങൾ, ഇതെല്ലാം മറികടന്ന് കുതിരാൻ തുരങ്കം യാഥാർത്ഥ്യമായിരിക്കുന്നു. തുരങ്കത്തിനകത്തെ പൊടിപടലങ്ങൾ ഒഴിവാക്കാൻ വലിയ ബ്ലോവറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവ അകത്തുള്ള പൊടിപടലങ്ങൾ പുറത്തേക്ക് തള്ളിവിടും.
വെളിച്ചക്കുറവ് പരിഹരിക്കാൻ 1200ഓളം LED ലൈറ്റുകൾ തന്നെയുണ്ട്. തുരങ്കത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ മൊബൈലിന് റേഞ്ച് പോകുന്നതുകൊണ്ട് പല ഭാഗങ്ങളിലായി എമർജൻസി ലാൻഡ് ഫോൺ സംവിധാനങ്ങളുമുണ്ട്. വിവിധ സുരക്ഷാ ആവശ്യങ്ങൾക്കായി ധാരാളം സെൻസറുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. വായുവിൻ്റെ മർദ്ദവ്യത്യാസം, ഓക്സിജൻ ലെവൽ എന്നിവയെല്ലാം അളക്കാൻ പ്രത്യേക ഉപകരണങ്ങളും തുരങ്കത്തിനകത്തുണ്ട്. പുറത്തുള്ള കൺട്രോൾ റൂമിനുള്ളിലാണ് ഇവയുടെ നിയന്ത്രണങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇടയ്ക്കിടെ മണ്ണിടിച്ചിലുണ്ടാകുന്ന പ്രദേശമായതിനാൽ അപകടങ്ങൾ ഒഴിവാക്കാൻ തുരങ്കത്തിൻ്റെ മുകൾ ഭാഗത്തായി മലയിൽ ഉരുക്കുവല സ്ഥാപിച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. തുരങ്കത്തിനുള്ളിൽ മണ്ണിടിച്ചിലുണ്ടാവുമെന്ന് സംശയിക്കുന്ന ഭാഗങ്ങളിൽ പ്രത്യേകം ഉരുക്കുപാളികൾ അർദ്ധവൃത്താകൃതിയിൽ വെച്ച് ഉറപ്പിച്ചിട്ടുമുണ്ട്. കൂടാതെ അഗ്നിബാധ തടയാനുള്ള സംവിധാനങ്ങൾ, അതിൻ്റെ സെൻസറുകൾ, അതുപോലെ 2 തുരങ്കങ്ങളിൽ ഒരു തുരങ്കം എന്തെങ്കിലും അപകടമോ ഗതാഗതക്കുരുക്കോ മൂലം ബ്ലോക്കായാൽ ഒറ്റപ്പെട്ടു പോവാതിരിക്കാൻ തുരങ്കത്തിനുള്ളിൽ മറ്റേ തുരങ്കവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴിയുമുണ്ട്. തുരങ്കത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ടാണ് ഈ ഇടനാഴി. 10 മീറ്ററോളം ഉയരമുണ്ട് ഈ തുരങ്കത്തിന്. 2 തുരങ്കങ്ങൾ തമ്മിലുള്ള അകലം 24 മീറ്ററുമാണ്. വാസ്തവത്തിൽ വനത്തിനുള്ളിലൂടെയാണ് ദേശീയപാത കുതിരാൻ കടന്നു പോകുന്നത്. അപൂർവമായ ജൈവവൈവിധ്യം നിലനിൽക്കുന്ന ഇടം. മൃഗങ്ങളുടെ സ്വാഭാവിക സഞ്ചാരപഥം തടസ്സപ്പെടുത്തിയാണ് കുതിരാനിലെ റോഡ്. അതും സാധാരണ വനപാതകളിലെ പോലെയല്ല. ഏതാണ്ട് 120ലധികം മടങ്ങ് ഗതാഗതം നടക്കുന്ന റോഡാണ്. കുതിരാനിൽ മല തുറന്ന് തുരങ്കമെന്ന ആശയത്തിലേക്ക് എത്താൻ അതും ഒരു കാരണമാണ്. കുതിരാൻ ഉൾപ്പെടുന്ന ദേശീയപാത ഉത്തരേന്ത്യയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മധ്യകേരളത്തിലേക്കുള്ള ചരക്കു ഗതാഗതത്തിൻ്റെ പ്രധാന റൂട്ടാണ്. ദിവസം 1000ഓളം ചരക്ക് ലോറികൾ കടന്നു പോകുന്ന പാത. തുരങ്ക നിർമ്മാണ കാലത്തെ തടസ്സങ്ങൾ നിസ്സാരമായിരുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി, കമ്പനികളുടെ അനാസ്ഥ, മഴ, പ്രളയം, സാങ്കേതിക തടസ്സം, നിരവധി ജനകീയ രാഷ്ട്രീയ സമരങ്ങൾ, അപകടങ്ങൾ, ഇതെല്ലാം മറികടന്ന് കുതിരാൻ തുരങ്കം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു.